ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സച്ചു ഫുഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലോട്ട് നമ്മൾക്ക് ഒരു 4-6 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അതിലോട്ട് ഒരു 2 സവാള അരിഞ്ഞത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് നമ്മൾക്ക് പച്ചമുളക് ഒരു 2 നടുകീറിയതും കറിവേപ്പിൻ്റെ ഇല ഒരു കുറച്ചും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് പച്ചമണമൊന്ന് മാറി വരുമ്പോൾ അതിലോട്ട് നമ്മൾക്ക് ഒരു 2 വലിയ തക്കാളി അരിഞ്ഞത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ളതും പിന്നെ മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അത് നമ്മൾക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇനി നമ്മൾക്ക് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്യാം. ഇനി അതിന് മുകളിൽ നമ്മൾക്ക് മല്ലിച്ചപ്പ് കുറച്ച് വെതറി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് മൂടി വെക്കാം കേട്ടോ. ഇനി അത് ആയി വരുമ്പോഴത്തേന് നമുക്ക് ഇവിടെ പൊറാട്ട ഒന്ന് ചൂടാക്കി എടുക്കാം. റെഡിമെയ്ഡ് പൊറാട്ടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് അപ്പോഴത്തേക്കും ഇവിടെ നമ്മളെ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് കമ്മി ഉണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്കിത് പൊറാട്ടൻ്റെ ഇപ്പോൾ കോമ്പിനേഷൻ വെച്ച് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ ബൈ.